ഹേ ഗൈസ്, അപ്പം നമ്മളെ വണ്ടീൻ്റെ പെർഫോമൻസ് നോക്കാൻ പറ്റിയൊരു ട്രിപ്പിലാട്ടോ നമ്മൾ ഇറങ്ങിയിരിക്കുന്നത്. എല്ലാവരും ലഗേജും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഫാമിലി ആയിട്ടാണ് പോകുന്നത്. ചെറിയൊരു പേഴ്സണൽ കാര്യം ഉണ്ടായിരുന്നു. അപ്പം അതിനുവേണ്ടി വയനാട് വഴിയാണ് പോകുന്നത്. അപ്പോൾ വയനാട്ടിലുള്ള എഫക്റ്റും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. കൂടുതൽ കാര്യങ്ങൾ വീഡിയോയിൽ കണ്ടറിയാം. ബ്രീഫ് തരികയാണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് വിക്ടോറിയസ് എന്ന് പറഞ്ഞിട്ടുള്ള വെഹിക്കിളാണ്. മാരുതിയുടെ ഒരു മെയ്ഡാണ്, മാരുതി സുസുക്കിയുടെ മെയ്ഡാണ്. പുതിയതായിട്ട് ഇറങ്ങിയതാണ്. നമ്മൾ ഏകദേശം 10 മാസമായി യൂസ് ചെയ്യുന്നു. കുറച്ച് കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഹില്ലി റേഞ്ചിലേക്കൊന്നും പോയിട്ടില്ല. ഇത് ഫസ്റ്റ് ട്രിപ്പാണ്. വണ്ടി ഏകദേശം എത്ര മൈലേജ് കിട്ടും എന്നുള്ളതാണ്. നമ്മൾ ടാങ്ക് ടു ടാങ്ക് പറ്റുകയാണെങ്കിൽ അടിക്കും, എന്നിട്ട് നമ്മൾ നോക്കും മൈലേജ് എത്ര കിട്ടും എന്നുള്ളതാണ് നോക്കുന്നത്. അതാണ് മെയിൻ ഒരു കാര്യം. പിന്നെ ഈ ഹിൽ റേഞ്ചിൽ കയറുമ്പോഴൊക്കെ പെർഫോമൻസ് ഡ്രോപ്പ് ഉണ്ടോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇതൊക്കെയാണ് ഇതിൽ നിങ്ങൾ കാണേണ്ടത്. പിന്നെ വണ്ടീനെ കുറിച്ച് പറയുന്നത് LXI മോഡലാണ്, ബേസ് മോഡലാണ് എടുത്തിരിക്കുന്നത്. അത്യാവശ്യം വേണ്ട ഫീച്ചറും കാര്യങ്ങളൊക്കെ നമുക്കുണ്ട്. ഇതൊക്കെ കാണാമല്ലോ, ടച്ച് സ്ക്രീൻ, ഇൻഫർടൈൻമെൻറ്റ്, ഇതൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി. ഇതിൽ നമ്മൾ വണ്ടീൻ്റെ പെർഫോമൻസും കാര്യങ്ങളും ബാക്കി കാര്യങ്ങൾ മൈലേജ് ഓറിയൻറ്റഡ് ഉള്ള ഒരു വീഡിയോ ആയിരിക്കും കേട്ടോ. ഇത് നമ്മളെങ്ങനെയുണ്ട് ഹില്ലി റേഞ്ചിലൊക്കെ നഷ്ടമാണോ ലാഭമാണോ കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നത് ട്രിപ്പ് റീസെറ്റ് അവിടെ ചെയ്തിട്ടുണ്ടായിരുന്നത്. ട്രിപ്പ് എ, ട്രിപ്പ് ബി റീസെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഇവിടെ നിന്നല്ല പെട്രോൾ അടിച്ചത്. നമ്മൾ ഏകദേശം ഒരു 20 കിലോമീറ്റർ കഴിഞ്ഞിട്ടാണ് പെട്രോൾ അടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടുന്ന് ട്രിപ്പ് എ രണ്ടാമത് റീസെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിലിപ്പോൾ കാണിക്കുന്ന മൈലേജ് ലാസ്റ്റ് 91 കിലോമീറ്റർ ഉള്ളതാണ്. ഞാൻ വണ്ടി ചെറിയൊരു പെയിൻറ്റും കാര്യങ്ങളൊക്കെ മാറ്റാൻ വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് അവർ റീസെറ്റ് ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നത്. അല്ലെങ്കിൽ എനിക്ക് ഏകദേശം 14 പോയിൻറ്റ് സംതിങ് ആയിരുന്നു കാണിക്കുന്നുണ്ടായിരുന്നു. ഇനി ഓടി വരണം ഇതൊന്ന് അപ്ഡേറ്റ് ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ കുന്നമംഗലം എത്തിയിട്ടുണ്ടായിരുന്നു. കുന്നമംഗലത്തിൽ നിന്നുള്ള ജിയോൻ്റെ പെട്രോൾ പമ്പിൽ നിന്നാണ് നമ്മൾ ഫുൾ ടാങ്ക് പെട്രോൾ അടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഫുൾ ടാങ്ക് ടു ടാങ്ക് മെത്തേഡ് നോക്കാനാണ് പ്ലാൻ ഉള്ളത്. അതേപോലെ തന്നെ ഇതിൻ്റെ മെയിൻ അടുത്ത അജണ്ട എന്നുള്ളത് ഈ ഹില്ലി റീജിയനിൽ എങ്ങനെയായിരിക്കും നമ്മുടെ ഓട്ടം എന്നുള്ളതാണ്. ഏകദേശം 32 ലിറ്ററിൻ്റെ അടുത്താണ് കറക്റ്റ് നമുക്ക് അടിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ കറക്റ്റ് കാൽക്കുലേഷൻ ലാസ്റ്റ് കാണിച്ചു തരാം കേട്ടോ. ഇത് നമ്മൾ ബാക്കി ടാങ്കിൽ കുറച്ച് പെട്രോൾ ഉണ്ടായിരുന്നു, ഹാഫ് ടാങ്കിൻ്റെ അടുത്ത് പെട്രോൾ ഉണ്ടായിരുന്നു. ഇത്രത്തോളമാണ് പെട്രോൾ നമ്മൾ അടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാമല്ലോ, ഏകദേശം ഫുൾ ആയിട്ടുണ്ടായിരുന്നു. അപ്പം ഇതാണ് ഓൾമോസ്റ്റ് പെട്രോൾ അടിച്ചിട്ടുള്ള റേറ്റും കാര്യങ്ങളും ഇവിടെ കാണിക്കട്ടോ. ഏകദേശം അത്രയാണ് ഉണ്ടാകും. പിന്നെ അവിടെ നിന്ന് എടുത്തിട്ട് നമ്മൾ നേരെ വയനാട്ടിലേക്കാണ് പോയിട്ടുള്ളത്. ഞാൻ തന്നെ അതുകൊണ്ട് ഡ്രൈവ് ചെയ്തിട്ടുള്ളത്. ചുരം വരെ ഞാനാണ് ഡ്രൈവ് ചെയ്തിട്ടുള്ളത്. പിന്നെ അങ്കിളാണ് ഡ്രൈവ് ചെയ്തിട്ടുണ്ട്, അതായത് അച്ഛൻ്റെ അനിയൻ പാപ്പൻ ആണ് ഡ്രൈവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ വീഡിയോയിൽ വരുന്നുണ്ട്. പുള്ളീൻ്റെ ഒരു അഭിപ്രായം ഇതിൽ വരുന്നുണ്ട്. പുള്ളി വേറെ വണ്ടിയാണ് യൂസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇതായിരുന്നു ഉണ്ടത്. ഇപ്പോൾ ഇവിടുന്ന് നമ്മൾ ഡ്രൈവ് ചെയ്തിട്ട് നേരെ പോവുക ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വിക്ടോർസ് ഈ ഡ്രൈവിൽ ഞാൻ പറയാലോ, നമ്മൾ കോഴിക്കോട് നിന്ന് വയനാട്ടിലേക്ക് പോകാനുള്ള റോഡ് ഇതേപോലത്തെ റോഡാട്ടോ, 2 ലൈൻ റോഡാണ്. അപ്പോൾ നമുക്കൊരു 80 മാക്സിമം 80ൻ്റെ അടുത്തൊക്കെയാണ് ക്രൂസ് ചെയ്യാൻ പറ്റുന്നത്. 85 ഒക്കെ കിട്ടിയാലായി, അത്രയാണ് മാക്സിമം പോയിട്ടുണ്ടായിരുന്നത്. 40 to 85 ആ റേഞ്ചിലാണ് നമ്മൾ ക്രൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്, അല്ലെങ്കിൽ നമ്മൾ റൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നതെന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ മിക്സഡ് കാലാവസ്ഥയായിരുന്നു, മഴ ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ വെയിലുണ്ടായിരുന്നു. ഇപ്പോൾ വെയിലല്ല, ഇതേപോലത്തെ ഒരു ക്ലൈമറ്റ് ഉണ്ടായിരുന്നു. പിന്നെ ആൾക്കാരൊക്കെ സിമ്പിളായിട്ട് റോഡ് ക്രോസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഓവർ സ്പീഡ് എടുക്കാനോ ഓവർ കാര്യങ്ങൾ ചെയ്യാനോ എടുത്തിട്ടില്ലായിരുന്നില്ല. അപ്പോൾ നമ്മളൊരു എന്താ പറയുക, സിറ്റിയിലൊക്കെ ഓടിക്കുന്ന പോലെയാണ് വണ്ടി ഓടിച്ചിട്ടുണ്ടായിരുന്നത്. ചിലപ്പോൾ സ്പീഡിലായിരിക്കും, ചിലപ്പം കുറവായിരിക്കും. അങ്ങനെ വേറൊരു കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ മൈലേജിന് വേണ്ടിയിട്ട് ഓടിച്ചിട്ടില്ല. നമ്മൾ എങ്ങനെയാണോ റിലാക്സ് ആയിട്ട് വണ്ടി ഓടിക്കുക, ആ ഒരു ടെൻഷൻ ഫ്രീ ആയിട്ടായിരിക്കും വണ്ടി ഓടിച്ചിട്ടുള്ളത്. പിന്നെ വണ്ടീനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ഇത് ബേസ് മോഡലാണ്, പ്രോപ്പർ പെട്രോൾ മോഡലാണ്, സ്മാർട്ട് ഹൈബ്രിഡ് എന്ന് പറഞ്ഞിട്ടുള്ള മോഡലാണ് ഇത് വരുന്നത് കേട്ടോ. വിക്ടോറിയസ് ആവട്ടെ, അതേപോലെ നമ്മുടെ ഗ്രാൻഡ് വിറ്റാര, ഹൈറൈഡർ, പുതിയ ഇറങ്ങിയിട്ടുള്ള ബ്രസ, ഇതിലൊക്കെ യൂസ് ചെയ്യുന്ന സെയിം എഞ്ചിനാണ്. 1.5 എഞ്ചിനാണ്, 1.5 ലിറ്റർ എഞ്ചിനാണ് യൂസ് ചെയ്യുന്നത്. അതിവിടെ കൊടുക്കുക, ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കാം, ഞാൻ വെറുതെ പേര് പറഞ്ഞ് തെറ്റിക്കുന്നില്ല. അപ്പം ആ കാര്യങ്ങൾ ഇവിടെ കൊടുക്കുക കേട്ടോ. അതാണ് ഇതിൻ്റെ ഒരു കാര്യങ്ങൾ. ഇതിൻ്റെ കമ്പനി പറഞ്ഞ മൈലേജ് 20-21 നമുക്ക് എത്ര മൈലേജ് കിട്ടും എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് ഒരു ചെക്ക് ഉള്ളത്. പിന്നെ ഹില്ലി റേഞ്ചിൽ ഇപ്പം നമ്മളെക്കുറിച്ച് പറയുകയാണെങ്കിൽ, നമ്മൾ ട്രിപ്പ് പോകുമ്പോൾ ഏകദേശം നമ്മൾ വീട്ടിൽ നിന്ന് മൈസൂരേക്കാണ് ട്രിപ്പ് പോകുന്നുണ്ടായിരുന്നത്. ആ മൈസൂരേക്ക് എത്തുന്നതിൽ കുറേ റോഡുകൾ വളഞ്ഞ് പൊളഞ്ഞൊക്കെ പോകുന്ന റോഡുകളാണ്. ചെറിയ 2 ലൈൻ റോഡുകൾ മാത്രമാണ്. അതിൽ നമുക്ക് ആകെ കിട്ടുന്നത് മൈസൂർ എത്താൻ നേരത്ത് മാത്രമാണ് ചെറിയൊരു സ്ട്രെയിറ്റ് റോഡുകളുള്ളത്. പിന്നെ കുറേ കാടിൻ്റെ ഉള്ളിൽ റോഡുകളുണ്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. സഡൻ ബ്രേക്കുകൾ വരുന്ന റോഡുകളുണ്ട്. ഇതൊക്കെയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന കാര്യങ്ങൾ കേട്ടോ. ഇതിൽ എനിക്ക് തോന്നുന്നു ഒരു 5 കിലോമീറ്റർ 6 കിലോമീറ്റർ നാഷണൽ ഹൈവേ ആണ്, NH-66 ആണ്, അതായത് 6 വരി പാതയാണ് ഉള്ളത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നാഷണൽ ഹൈവേ വയനാട് നാഷണൽ ഹൈവേ വരുന്നത് 2 ലൈനാണ് വരുന്നത്. ഏകദേശം അങ്ങനെ ആട്ടോ വരുന്നത്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത്, പെട്ടെന്ന് ക്ലൈമറ്റ് മാറുന്നുണ്ടെന്ന് പറഞ്ഞാൽ. ഇതായിരുന്നു അടുത്ത ക്ലൈമറ്റ് ഉണ്ടായിരുന്നത്. ഇതിൽ എന്താ പറയുക, നമ്മൾ സൂക്ഷിച്ചിട്ട് മാത്രമേ വണ്ടി ഓടിച്ചിട്ടുള്ളൂ. അത്രയും സൂക്ഷിച്ചിട്ടാണ് വണ്ടി ഓടിച്ചത്. കാരണം അറിയാലോ, വെറ്റി റോഡാണ്, കേവ് ഉള്ള സ്ഥലങ്ങളാണ്.
ആൾക്കാരൊക്കെ തോന്നിയ പോലെ റോഡ് ക്രോസ് ചെയ്യുന്നു, തോന്നിയ പോലെ വണ്ടികൾ വരുന്നുണ്ട്. എനിക്കൊരു KSRTC എൻ്റെ മുന്നിൽ ഇടിക്കാൻ വന്നൊരു സംഭവം ഇത് കണ്ടില്ലേ, തോന്നിയ പോലെയാണ് വണ്ടികൾ വരുന്നത്. അപ്പോൾ നമ്മൾ മാക്സിമം കെയർ ചെയ്തിട്ട് മാത്രമേ വണ്ടി ഓടിച്ചുള്ളൂ. കാരണം ഞാൻ നേരത്തെ പറയാൻ വന്നതായിരുന്നു, നമ്മൾ 5 പീപ്പിൾസ് ആയിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. ഒരു ചെറിയ കിഡും ഉണ്ടായിരുന്നു, എൻ്റെ മോനും ഉണ്ടായിരുന്നു, 2 വയസ്സുള്ള മോനും. അതേപോലെ 5 ആൾക്കാർ, അത്യാവശ്യം ബിൽഡുള്ള ആൾക്കാർ തന്നെയാണ് ഉണ്ടായിരുന്നത്. 3 ലേഡീസും ഫ്രണ്ടിൽ ഞാനും പാപ്പനുമായിരുന്നു ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഞാനും പാപ്പനാണ് മെയിനായിട്ട് വണ്ടി ഓടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ഇതായിരുന്നു ഒരു ഓട്ടത്തിൻ്റെ അവസ്ഥ, അല്ലെങ്കിൽ ഫുൾ ലോഡ്. പിന്നെ ഞാൻ ഇവിടെ ബാക്കിലുള്ള ഡിക്കിലുള്ള സ്പേസ് കൂടി കാണിച്ചുതരാം. ഡിക്കി എത്രമാത്രം ഫുള്ളായിരുന്നു. ഈ വിക്ടോറിയസിൽ അത്യാവശ്യം നല്ല ഡിക്കി സ്പേസ് ഉണ്ട്. എനിക്കൊരു സംതിങ് ലിറ്റർ ഞാൻ ഇവിടെ കൊടുത്തേക്കാം, അതും കറക്റ്റ് ഓർമ്മയില്ല. അപ്പം അത്യാവശ്യം വലിയ ഡിക്കി സ്പേസ് ഉള്ള ഒരു വണ്ടിയാണ് വിക്ടോറിയസ്. അപ്പോൾ അതിൽ ഫുള്ളായിരുന്നു. പിന്നെ ഫുൾ ടാങ്ക് പെട്രോൾ, ഇപ്പം കണ്ടല്ലോ എത്രത്തോളം പെട്രോൾ ഉണ്ട്. ഇത് ഞാൻ കുറച്ച് ഫാസ്റ്റ് ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. 1.2 1.3 ആയി വെച്ചിട്ടാണ് നിങ്ങൾ കാണുന്നുള്ളത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെന്ന് സ്ലോ ചെയ്യണമെങ്കിൽ സ്ലോ ചെയ്യാം കേട്ടോ. ഇവിടെ മുതലാണ് ചുരം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമുക്ക് കഷ്ടകാലത്തിന് ബസ് മുന്നിൽ വന്നു. ബസ്സിന് ഓവർടേക്ക് ചെയ്ത് പോകായിരുന്നു, പക്ഷേ എനിക്ക് കോൺഫിഡൻസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഓവർടേക്ക് ചെയ്ത് പോയിട്ടില്ല. അപ്പോൾ ബസ്സിൻ്റെ ബാക്കിൽ തന്നെയാട്ടോ ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. ബസ്സിൻ്റെ ബാക്കിൽ തന്നെയാണ് പിടിച്ചിട്ടുണ്ടായിരുന്നത്. എനിക്ക് ഓവർടേക്ക് ചെയ്യാനുള്ള ഒരുപാട് സ്ഥലമേയും കിട്ടിയിട്ടുണ്ടായിരുന്നു, പക്ഷേ മോനൊക്കെ ഉള്ളതുകൊണ്ട് ഒരു പേടി. പിന്നെ എനിക്ക് ഹില്ലി റേഞ്ച് ചെയ്യാൻ പേടിയാണ്. സത്യം പറഞ്ഞതിന് പ്രശ്നമില്ലല്ലോ. കാരണം എനിക്ക് ഹൈറ്റ് പേടിയുള്ളതുകൊണ്ട് തന്നെ ആ ചെറിയൊരു ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ സൈഡിൽ കൂടെ ഒക്കെ പോകുമ്പോൾ ഒരു പേടിയാണ്. പിന്നെ അത് മാത്രമല്ല, ഞാൻ കുറേ കാലമായി ഇതിലെ വണ്ടി ഓടിച്ചിട്ട് സ്വിഫ്റ്റുള്ള സമയത്ത് ഇടയ്ക്ക് പോകാറുണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ സ്ഥിരം റോഡല്ല. അപ്പം ഞാനൊരു പ്രിൻസിപ്പിൾ വെക്കാറെന്ന് വെച്ചാൽ, നമുക്കറിയാത്ത റോഡാണെങ്കിൽ, ഈവൻ അറിയുന്ന റോഡാണെങ്കിൽ പോലും നമുക്ക് എന്തെങ്കിലും ഒരു കോൺഫിഡൻസ് കുറവുണ്ടെങ്കിൽ ഡോണ്ട് ഡൂ ദാറ്റ്. കാരണം നമ്മുടെ ഫാമിലി ഉണ്ട്. കാരണം പിന്നെ അൺഡു ചെയ്യാൻ പറ്റില്ലല്ലോ. നമ്മൾ കൺട്രോൾ സെറ്റ് അടിച്ച് ഇതിൽ വർക്കാവില്ല. അപ്പോൾ അതുകൊണ്ട് മാക്സിമം നമ്മൾ സേഫായിട്ടാണ് പോയത്. കാരണം എന്തെങ്കിലും ഒരു കാരണവശാൽ ആരെങ്കിലുമൊക്കെ മുന്നിലോ ബാക്കിലോ വന്ന് മുട്ട് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമ്മുടെ ട്രിപ്പ് കുളം. അപ്പോൾ അതുകൊണ്ട് മാക്സിമം കെയർ ചെയ്തിട്ട് മാത്രമാണ് വണ്ടി ഓടിച്ചിട്ടുണ്ടായിരുന്നത്. ഈ വിഷ്വൽസ് ഒക്കെ എടുത്തിട്ട് അവിടെ സ്റ്റിക്ക് ചെയ്തിട്ടുള്ള ക്യാമറയിൽ നിന്നാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എക്സ്ട്രാ ഒന്നും ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ മാക്സിമം കെയർ ചെയ്തിട്ട് മാത്രമാണ് വണ്ടി ഓടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വണ്ടി മൈലേജിന് വേണ്ടിയിട്ടല്ല, സേഫ്റ്റിക്ക് വേണ്ടിയിട്ടുള്ള കെയറിംഗ് ആണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ മുന്നിൽ വണ്ടി ഉണ്ടെങ്കിലോ ബാക്കിൽ വണ്ടി ഉണ്ടെങ്കിലോ നമ്മൾ ആർക്കെങ്കിലും ധൃതി ഉണ്ടെങ്കിലും അവർ പോട്ടെ, നമ്മൾ എടുക്കാം. അതുകൊണ്ട് തന്നെ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഈ കയറ്റത്തിലൊക്കെ എനിക്ക് ഒരു സ്ഥലത്ത് പോലും വണ്ടി ഓഫ് ആവേണ്ട ഒരു സിറ്റുവേഷൻ വന്നിട്ടില്ല. കുഴി ഉണ്ടായിരുന്നു, എന്തുണ്ടെങ്കിലും നമുക്ക് സെക്കൻഡ് ഗിയർ, തേർഡ് ഗിയർ, ഈ ഒരു 2 ഓപ്ഷനിലാണ് ഞാൻ വണ്ടി ഓടിച്ചിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് ഗിയർ ആവശ്യം വന്നത് ഈ 2-3 സിറ്റുവേഷനിൽ ബസ്സൊന്ന് നിൽക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. മുന്നത്തെ ബസ് കംപ്ലീറ്റ്ലി ഐഡിയലായിട്ട് നിൽക്കേണ്ടി വന്നിട്ടുണ്ട്. ആ സമയത്ത് മാത്രമേ എനിക്ക് ഫസ്റ്റ് ഗിയറിൽ ഇട്ട് എടുക്കേണ്ട സിറ്റുവേഷൻ. അത് സെക്കൻഡിൽ ചിലപ്പോൾ വലിയായിരിക്കും, പക്ഷേ ഫോർ സേഫ്റ്റി ഓഫ് കാർ ആസ് വെൽ ആസ് നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് മാത്രം നമ്മൾ ഫസ്റ്റ് ഗിയറിൽ ഇട്ടിട്ട് മാത്രം എടുത്തിട്ട് ആ സിറ്റുവേഷനിൽ മാത്രം എടുത്തിട്ടേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. തേർഡിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ തേർഡിൽ കുറേ ഒന്നും ഓടിയിട്ടില്ല. ഇതേപോലെയുള്ള സിറ്റുവേഷനിലൊക്കെ തേർഡിലാണ് ഓടിയിട്ടുണ്ടായിരുന്നത്. മോറോർലെസ് 2, 3 അങ്ങനെയാണ് പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെയുള്ള റൈഡായിരുന്നു. ഈ ഹെയർ പിൻസ് വരുമ്പോൾ 2ലേക്കാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ ഭയങ്കര റഷുള്ള സമയമല്ലായിരുന്നു. എന്നിരുന്നാലും ബസ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് കറക്റ്റ് കാര്യം മനസ്സിലായി എങ്ങനെയാണ് ഇത് പെർഫോം ചെയ്യുന്നത് എന്നുള്ളത്. കാരണം നമുക്ക് സ്പീഡിൽ പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. സ്പീഡാണെങ്കിൽ കുറച്ചുകൂടി എനിക്ക് തോന്നുന്നു തേർഡിലൊക്കെ കറക്റ്റ് ഫുൾ കയറ്റം തേർഡിൽ തന്നെ കയറ്റാൻ പറ്റും തോന്നുന്നു. മുന്നിൽ വണ്ടിയൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിൽ ഒരുപക്ഷെ തേർഡിൽ ഫുൾ കയറ്റാൻ പറ്റും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഉണ്ടായിരുന്നത്. ഒരുപക്ഷെ നിങ്ങൾ ഇതിനേക്കാൾ നല്ല ഈ ഹിൽ റേഞ്ച് ഓടിച്ച് പരിചയമുള്ള ആളാണെങ്കിൽ സിമ്പിളായിട്ട് എടുത്തുകൊണ്ട് കൊടുക്കാൻ പറ്റും എന്നാണ് എൻ്റെ വിശ്വാസം കേട്ടോ. ഇറങ്ങുമ്പോഴും ഞാനിതിപ്പം ഡബ് ചെയ്യുന്നതാണ്, അപ്പോൾ ഇറങ്ങുമ്പോൾ വോയിസ് ഓവർ കൊടുക്കുന്നതാണ്. ഇറങ്ങുമ്പോഴും ഇതേപോലെ തന്നെയായിരുന്നു. ഇറങ്ങുമ്പോഴും നല്ല പെരുത്ത മഴയായിരുന്നു കേട്ടോ. പിന്നെ ഒന്നാമത് അവിടെ ബ്ലോക്കും വെള്ളപ്പൊക്കവും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ മനസ്സിൽ ടെൻഷനായിട്ടാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് കെയർ ചെയ്തിട്ട് മാത്രം ഞാൻ ഫസ്റ്റും സെക്കൻഡും ഗിയറിലിട്ടിട്ടാണ് ഇറക്കിയിട്ടുണ്ടായിരുന്നത്. ബ്രേക്ക് അങ്ങനെ പിടിച്ചിട്ടുണ്ടായിരുന്നില്ല. അതായിരുന്നു ഒരു പെർസ്പെക്റ്റീവ് ഉണ്ടായിരുന്നു. ഇപ്പം ഞാൻ ഇവിടുന്ന് ഓവർടേക്ക് ചെയ്യാൻ നോക്കിയപ്പോഴൊന്നും ഈ KSRTC തീരെ കോപ്പറേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷേ എനിക്ക് ബന്ദിപ്പൂർ കാട്ടുന്ന് കുറേ ലോറികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ആ സമയത്തൊക്കെ അവർക്ക് ഭയങ്കര കോപ്പറേഷൻ ആയിരുന്നു, നമുക്ക് സപ്പോർട്ടായിരുന്നു. നമ്മളെ ഓവർടേക്ക് ചെയ്ത് പോകാനാണെങ്കിൽ അവർ ഹാൻഡ് സിഗ്നലും കാര്യങ്ങളൊക്കെ തരുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ KSRTC എന്തോ നമുക്ക് സപ്പോർട്ട് ചെയ്തിട്ടില്ല. അവർ സപ്പോർട്ട് ചെയ്യണം നിർബന്ധമൊന്നുമില്ല, ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. കാരണം ഇങ്ങനത്തെ ഹിൽ റേഞ്ചിലൊക്കെ പോകുന്ന സമയത്ത് ഞാൻ സാധാരണ കണ്ടിട്ടുണ്ടായിരുന്നു KSRTC ആണെങ്കിലും വലിയ വണ്ടികളൊക്കെ നമ്മളങ്ങനെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കാറുണ്ടായിരുന്നു. ഇപ്പോൾ എനിക്ക് തന്നെ 2 സിറ്റുവേഷൻ വന്ന സമയത്ത് ഞാൻ തന്നെ ഓവർടേക്ക് ചെയ്യേണ്ട എന്നുള്ള ബാക്കിലൊക്കെ ഉള്ള ആൾക്കാരോടൊക്കെ ഇൻഡിക്കേറ്റർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. മേ ബി ഓരോ ആൾക്കാർ ഓരോ മാതിരിയല്ലേ ഉണ്ടാവുക. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത്. ഇതൊക്കെ ഏകദേശം എനിക്ക് സെക്കൻഡ്, തേർഡ് ഗിയറിൽ തന്നെയായിരുന്നു ഞാൻ വലിപ്പിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. വണ്ടി വളരെ സ്ലോയിലാണ് മുന്നിൽ പോയിട്ടുണ്ടായിരുന്നത്. നമുക്ക് സ്പീഡിൽ പോവാം, പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഒന്നാമത് അവിടെ പണി നടക്കുകയാണ്, ചുരത്തിൽ പണി നടക്കുകയാണ്. അത്യാവശ്യം നല്ല ഡിഫിക്കൽട്ട് മീൻസ് ഭയങ്കര ഈസി ഒന്നുമല്ല ചുരം ഓടിക്കാൻ, ഭയങ്കര ടഫും അല്ല. അപ്പം നമ്മൾ നോക്കിയും കണ്ട് ഓടിച്ചാൽ മാത്രം മതി. കാരണം വീണ് കഴിഞ്ഞിട്ട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ആ ഒരു പെർസ്പെക്റ്റീവിൽ മെല്ലെ ഓടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, ഇതാണ് ഏകദേശം സ്പീഡ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഏകദേശം 40, 60 ആ റേഞ്ചിലാണ് ഈ ഒരു ചുരത്തിൽ നമ്മൾ ഓടിച്ചിട്ടുണ്ടായിരുന്നത്. ഭയങ്കര കെയർ ചെയ്തിട്ടാണ് ഓടിച്ചിട്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഓടിച്ച് മേലെ എത്തിയപ്പോൾ ഭയങ്കര ഫീലിംഗ് ആയിരുന്നു എനിക്ക്. വണ്ടി ഭയങ്കര കോൺഫിഡൻറ്റ്, വണ്ടി ഭയങ്കര
ഒച്ചയും വിളിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല. കയറുന്നില്ല, അല്ല അങ്ങനത്തെ ഒരു ഫീലേ ഉണ്ടായിരുന്നില്ല കേട്ടോ. അബ്സല്യൂട്ട്ലി മൈൻഡ് ബ്ലോയിങ്. കാരണം ഫുൾ ലോഡാണ്. നിങ്ങൾ ആലോചിക്കണം, 5 പീപ്പിൾ ഉണ്ട്, ഒരു കുഞ്ഞാവുണ്ട്, അതേപോലെ ഫുൾ ലോഡുണ്ട്, ഫുൾ പെട്രോൾ ഉണ്ട്. ഈ ഒരു പെർസ്പെക്റ്റീവിലാണ് വണ്ടി കയറുന്നത്. അപ്പം അതിൽ എനിക്ക് പറയാം ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ് ഈ റൈഡ് വെച്ചിട്ടാണ് എനിക്ക് തോന്നി. പിന്നെ ഹില്ലി വളവുകളൊക്കെ വളയ്ക്കും ഭയങ്കര ബട്ടർ സ്മൂത്ത്. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ കിട്ടിയിരുന്ന ഒരു ക്വസ്റ്റ്യനാണ്, ബാക്കിലിരിക്കുമ്പോൾ ബോഡി റോള് എന്നൊരു സംഭവം ഉണ്ടായിരുന്നുണ്ട്. ആ ഒലച്ചിൽ പരിപാടിയൊക്കെ ഉണ്ടല്ലോ, അതുണ്ടായിരുന്നോ ചോദിച്ചു. അപ്പോൾ നമ്മൾ ഒരു നല്ല ഡീസൻ്റായിട്ട് ഇങ്ങനെ കുത്തിയെടുക്കാതെ വണ്ടീൻ്റെ വലിപ്പം കണ്ടറിഞ്ഞെടുക്കുകയാണെങ്കിൽ ഒബ്വിയസ്ലി നമുക്ക് ബാക്കിൽ അങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ല കേട്ടോ. നമ്മൾ ഇത്രയും വലിയ കേവും കാര്യങ്ങളൊക്കെ ഡീസൻ്റായിട്ട് വളഞ്ഞു പോകുന്നുണ്ട്. ഞാൻ മാമിനോടും എൻ്റെ വൈഫും അനിയത്തിയോടും ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായിരുന്നോ, ഛർദ്ദിക്കാൻ വന്നിട്ടുണ്ടായിരുന്നോ, അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നങ്ങൾ തോന്നിയിട്ടുണ്ടോ ചോദിച്ചപ്പോൾ അവരില്ല എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. വൈഫ് ഒഴിച്ച് മാം ഇവരൊക്കെ, അനിയത്തിയും കയറിയിട്ടുണ്ട്. മാമ ഒന്നും അത്ര കൂടുതൽ ഈ വണ്ടിയിൽ ഓടിച്ചിട്ടില്ല, അല്ലെങ്കിൽ ബാക്കിൽ ഇരുന്നിട്ടില്ല. അപ്പോൾ ഈ ഒരു ഓൾമോസ്റ്റ് ഫസ്റ്റ് ടൈമാണ് പാപ്പനും മാമയും വണ്ടിയിൽ കയറുന്നുണ്ടായിരുന്നത്. ആ സമയത്ത് അവർ പറഞ്ഞത് അത്രത്തോളം ഫീൽ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ വണ്ടി ഭയങ്കര കംഫർട്ടാണ് ഇരിക്കാന്നാണ് പറഞ്ഞത്. ബാക്കിലൊക്കെ ഇരിക്കുമ്പോൾ നമ്മൾ ഭയങ്കര കമാൻഡിങ്, അല്ലെങ്കിൽ മേലെ തന്നെ ആയിരിക്കാം, നമുക്ക് നല്ല തൈ സപ്പോർട്ടുണ്ട്. വലിയ ആളല്ലെങ്കിൽ നമുക്ക് വലിയ പ്രശ്നമില്ലാതെ അഡ്ജസ്റ്റ് ചെയ്യും. ഒരു 170-75 സെൻറ്റിമീറ്ററുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ല കേട്ടോ. അതിൽ മേലെ ഉള്ള ആൾക്കാർ 6 ഫീറ്റ് ആ റേഞ്ചിലൊക്കെ പോകുമ്പോൾ എനിക്ക് വലിയ ധാരണയില്ല. അങ്ങനത്തെ ആൾക്കാരെ കൊണ്ട് ടെസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഞാൻ ടെസ്റ്റ് ചെയ്തിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ഇങ്ങനെ കേവും കാര്യങ്ങളൊക്കെ വളയ്ക്കുമ്പോഴൊന്നും എനിക്ക് വലിയ ഇഷ്യൂസ് ആയിട്ട് തോന്നിയിട്ടില്ല. കംഫർട്ടബിൾ ആണ് വണ്ടി. ഞാൻ നേരത്തെ പറഞ്ഞു, പെട്ടെന്ന് ബ്രേക്ക് പിടിച്ചപ്പോഴാണെങ്കിൽ പോലും എനിക്ക് എടുത്ത് കൊണ്ടുപോകാനാണെങ്കിലും വേറെ ഇഷ്യൂസ് ഒന്നും ഉണ്ടായിരുന്നില്ല. നമുക്ക് പേടിക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നില്ല. സ്വിഫ്റ്റിൽ ഇപ്പോൾ ഓടിക്കുമ്പോഴാണെങ്കിലും എനിക്ക് എൻ്റെ മുന്നേ ഉണ്ടായിരുന്ന വണ്ടി സ്വിഫ്റ്റ് കേട്ടോ. അതുകൊണ്ടാട്ടോ ഞാൻ കമ്പയർ ചെയ്യണത്. പഴയ വീഡിയോയിലൊക്കെ പറഞ്ഞപ്പോൾ ഒരുപാട് ആൾക്കാർ കുറേ തെറിയൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അവരിഷ്ടം, ഒന്നും പറയാനില്ല. പിന്നെ ഇതിൽ പറയാനാണെങ്കിൽ എനിക്ക് ഹില്ലി റേഞ്ചിൽ ഇതേപോലെ ഞാൻ വേറെ പുള്ളിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഒരു കോട്ടയം ഭാഗത്തുള്ള പുള്ളിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരോട് പറഞ്ഞത് തന്നെയാണ്, ഹില്ലി റേഞ്ചിൽ പോകുമ്പോൾ ഭയങ്കര കംഫർട്ടാണ്. പുള്ളി ഇതിൻ്റെ മുന്നേ യൂസ് ചെയ്തത് ഫോർഡാണെന്ന് തോന്നുന്നു, ഫോർഡാണ്, എക്കോസ്പോർട്ട് ആണെന്ന് തോന്നുന്നു, ഏതൊരു വണ്ടി, അങ്ങനെ ഒരു വണ്ടി ഓടിച്ചിട്ടുണ്ടായിരുന്നു പറഞ്ഞത്. അപ്പോൾ പുള്ളി പറഞ്ഞത് അതിൽ ബോഡി റോളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഇതിൽ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടാണ് ഫീൽ ചെയ്തതെന്നാണ് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഞാൻ പറ്റുകയാണെങ്കിൽ ഓഡിയോ ഇവിടെ ആഡ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കട്ടെ, കറക്റ്റ് എടുക്കാൻ പറ്റുകയാണെങ്കിൽ ഞാനത് ആഡ് ചെയ്യാം. അപ്പോൾ അങ്ങനെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ നല്ല രീതിയിലാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഹില്ലി റേഞ്ചിനും പറ്റിയ വണ്ടി തന്നെയാണ് വിക്ടോറിയസ് എന്നാണ് എനിക്ക് സത്യം പറഞ്ഞാൽ ഫീൽ ചെയ്തിട്ടുണ്ട്. അതാ ഞാൻ പറഞ്ഞത്, നമ്മൾ പെട്ടെന്ന് എടുക്കുകയല്ലേ, അതൊക്കെ ഫസ്റ്റിലേക്ക് എടുക്കാവുന്നത്. ഇത് പിന്നെ കയറ്റത്തിന് നടുവിലല്ല, ഇതേപോലെ തന്നെ വേറെ സിറ്റുവേഷനിൽ എനിക്ക് കയറ്റത്തിന് നടുവിൽ നിർത്തേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്തൊക്കെ കറക്റ്റ് പീസ്ഫുള്ളായിട്ട്, മൈൻഡ് പീസായിട്ട് നമുക്ക് വണ്ടി കൊണ്ടുനടക്കാൻ പറ്റും കേട്ടോ. ഇതാണ് വളവുണ്ടല്ലോ, ആ ഒടിഞ്ഞ് കിട്ടുന്ന പരിപാടി ഉണ്ടല്ലോ, അതൊക്കെ പൊളിയാണ് ഇതിൽ റൈഡ് ചെയ്യാമെന്നാണ് ഞാൻ പറയണത്. ആ സാധനത്തോടാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ട്രാഫിക്കിലാണെങ്കിലും ഹില്ലി റേഞ്ചിലാണെങ്കിലും ഒടിച്ചിലുണ്ടല്ലോ, അത് ഭയങ്കര സംഭവമാണ്. എൻ്റെ കറക്റ്റ് ടെർമിനോളജി എനിക്ക് ഓർമ്മയില്ല, ബട്ട് ടേണിംഗ് റേഡിയസ് ആണ് തോന്നുന്നു. അതൊക്കെ ഭയങ്കര അടിപൊളിയാണ്. എൻ്റെ ബൈക്കുണ്ട് CB 350 RS എന്ന് പറഞ്ഞിട്ടുള്ള, ആ ബൈക്കിനെക്കാട്ടും കൂടുതൽ ഇത് പെട്ടെന്ന് ഒടിഞ്ഞു കിട്ടും. ചെറിയൊരു ഷോർട്ട് സ്ഥലത്താണെങ്കിൽ നമുക്ക് തിരിച്ചെടുക്കാനൊക്കെ ഭയങ്കര കംഫർട്ടബിൾ ആണ്. ഇതിൻ്റെ റൈഡിങ് ആണ്. നിങ്ങൾ എന്തുകൊണ്ട് വണ്ടി എടുക്കണം എന്ന് ചോദിച്ചാൽ, റൈഡിങ് ആണ്, മൈലേജ് ആണ്, സേഫ്റ്റി ആണ് കേട്ടോ. സേഫ്റ്റി എന്ന് ഉദ്ദേശിക്കുന്നത് പുറത്തുള്ള സ്ഥലങ്ങളൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞു പോയിട്ട് അല്ല, നിങ്ങൾ സേഫായിട്ട് നിൽക്കും. പിന്നെ ഒരു കോൺഫിഡൻസ് ഉണ്ട്, നിങ്ങൾ ഓടിക്കുന്നത് പപ്പടം പോലത്തെ വണ്ടിയല്ല എന്നുള്ള കോൺഫിഡൻസ്. ഈ 2 കാര്യങ്ങൾക്കും അടിപൊളിയാണ്. അല്ലാതെ നിങ്ങൾ ഈ അങ്ങനത്തെ സാധനങ്ങൾക്ക് വേണ്ടിയിട്ടാണെങ്കിൽ വേറെ ബ്രാൻഡിലേക്ക് പോകേണ്ടി വരും കേട്ടോ. നിങ്ങൾക്ക് അങ്ങനെ ഉണ്ട്, ആൾക്കാർ എത്ര തൊട്ടിയാലും വണ്ടിക്ക് ഒരു സ്ക്രാച്ച് പോലും ആവരുത്, അങ്ങനത്തെ മൈൻഡൊക്കെ ആണെങ്കിൽ എനിക്കറിയില്ല എന്താ ചെയ്യേണ്ടത്. കണ്ടില്ല, ഇപ്പോൾ കുട്ടി പോയതല്ലോ, ഭയങ്കര ഡേഞ്ചറസ് ആയിരുന്നു. തൊട്ടില്ല എന്നായിരുന്നു കേട്ടോ കുട്ടി പോയിട്ടുണ്ടായിരുന്നത്. അതേപോലെയൊക്കെയാണ് ആൾക്കാർ സ്റ്റിൽ മണ്ടന്മാർ ഇവിടെ നിന്ന് നിർത്താൻ പാടില്ല. അവർ കുഞ്ഞു മക്കളൊക്കെ എത്ര കഷ്ടപ്പെട്ടാൽ നമ്മൾ വളർത്തുന്നത്, ആ കുഞ്ഞു മക്കളൊക്കെ ഇങ്ങനെ ഒന്ന് സൂക്ഷിച്ചൂടെ. ആ KSRTC ഇപ്പം തന്നെ തട്ടിയേനെ. അങ്ങനെ ഒരുപാട് മണ്ടന്മാരുണ്ട് വണ്ടി ഓടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ സൂക്ഷിക്കുക, നമ്മൾ സേഫായിട്ട് ഡ്രൈവ് ചെയ്യുക കേട്ടോ. ആ കുട്ടി ഇപ്പോൾ KSRTC അല്ല, നമ്മുടെ വണ്ടിയിൽ വന്ന് തട്ടിയിട്ടുണ്ടെങ്കിലോ, അവർക്ക് പോവും, സമ്മതിച്ചു, അവരച്ഛനും അമ്മയ്ക്ക് പോകും. പക്ഷേ എനിക്ക് മോനുള്ളതാണ്, എനിക്കറിയാം അവസ്ഥ എന്താണെന്നുള്ളത്. അപ്പം നിങ്ങൾ സൂക്ഷിക്കുക കേട്ടോ. അവർ ഈ വീഡിയോ കാണുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഒന്ന് സൂക്ഷിക്കുക നെക്സ്റ്റ് ടൈം എന്തായാലും. ഇതാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ബസ് കറക്റ്റ് വേറെ സ്ഥലം ഉണ്ടായിരുന്നില്ല. അപ്പോൾ എങ്ങനെയോ പെട്ടെന്ന് വന്നായിരുന്നു, പെട്ടെന്ന് ബ്രേക്ക് പിടിച്ചായിരുന്നു, വളവായിരുന്നു, പെട്ടെന്ന് ബ്രേക്ക് പിടിച്ചായിരുന്നു. അപ്പോൾ സഡൻ ബ്രേക്ക് പോലെ ഒന്ന് പിടിക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ വണ്ടി ഈസിലി മാനേജ് ചെയ്തു. വണ്ടി ബ്രേക്കിംഗ് ആണെങ്കിലും നല്ലതാണ്. ഓൾ വീൽ ഡിസ്ക് ബ്രേക്ക് കാര്യങ്ങളുണ്ട്, അത് നല്ലതാണ്. ഞാൻ സ്റ്റെപ്പിനി വീൽ എക്സ്ട്രാ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. സ്റ്റെപ്പിനി വീല് നമുക്കില്ല, വണ്ടിയിൽ തരുന്നില്ല. ആ കാര്യം എക്സ്ട്രാ വെച്ചിട്ടുണ്ടായിരുന്നു.
അപ്പോൾ ഇതാ ഒരു വിക്ടോറിയസും കൂടി ഇതിലെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സന്തോഷമായി. വിക്ടോറിയസ് ഇപ്പോൾ ഒരുപാടെണ്ണം റോട്ടിൽ ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ ഇറക്കുന്ന സമയത്ത് അത്രത്തോളം ഉണ്ടായിരുന്നില്ല. പക്ഷേ എനിക്കിപ്പോൾ ഭയങ്കര ഹാപ്പിയാണ് വിക്ടോറിയസ് കാണുമ്പോൾ. കുറേ ആൾക്കാരെ ഹെൽപ്പും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. നമുക്ക് ഫാക്റ്റായിട്ട് തോന്നിയ കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഈ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത്. ആ കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഫസ്റ്റായിട്ട് സെലക്ട് ചെയ്തൊരു വണ്ടിയാണ്. ഐ മീൻ ഇനീഷ്യലി ഇറങ്ങാത്തൊരു വണ്ടി നമ്മൾ നേരിട്ട് പോയിട്ട് എടുത്തിട്ട് ബ്ലൈൻഡ്ലി പോയിട്ട് എടുത്തിട്ട് ടെസ്റ്റ് ഡ്രൈവ് പോലും എടുക്കാത്ത വണ്ടിയാണ്. അപ്പോൾ ഐ എം റിയലി സാറ്റിസ്ഫൈഡ് ഓൺ ദിസ് വെഹിക്കിൾ. ചുരം മേലെ എത്താനായിട്ടുണ്ട് ഓൾമോസ്റ്റ്. മേലെ എത്തിയിട്ട് പിന്നെ അച്ഛൻ്റെ അനിയന് കൊടുക്കണം. പുള്ളീൻ്റെ ഒരു വാക്കുകളും കാര്യങ്ങളൊക്കെ നമുക്ക് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. അടിപൊളിയാണ്. ഇനി എത്ര മൈലേജ് കിട്ടി എന്നുള്ള കാര്യം കൂടി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കേട്ടോ. ഇത് ലോങ് വീഡിയോ ആണ്, സോറി ഫോർ ദാറ്റ്. വേണമെങ്കിൽ ഫസ്റ്റ് അടിച്ചാൽ മതി, ലാസ്റ്റിലേക്ക് ഞാൻ കണ്ടന്റ് പറഞ്ഞേക്കാം എന്തൊക്കെയാണെന്നുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ ചുരത്തിൻ്റെ മേലെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. വൈത്തിരി എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് ചെറിയൊരു ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയപ്പോൾ എടുത്ത വീഡിയോ ആണിത്. ഓൾമോസ്റ്റ് ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. ഞാൻ പറയാം, ഇനി അങ്ങോട്ട് പാപ്പനാണ് ഓടിക്കുന്നത്. ഏകദേശം മേമൻ്റെ ഒരു കസിൻ്റെ വീടുണ്ട്, അതുവരെ ഏകദേശം സുൽത്താൻ ബത്തേരി കഴിഞ്ഞിട്ടുള്ള ഫോറസ്റ്റ് ഏരിയ, മുത്തങ്ങ ഫോറസ്റ്റ് ഏരിയ എത്തുന്നതിൻ്റെ കുറച്ച് മുന്നേ ഒരു 40 സംതിങ് കിലോമീറ്ററാണ് പാപ്പൻ ഇനി ഓടിക്കാൻ പോകുന്നത്. ആ കിലോമീറ്റർ ഓടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ പാപ്പൻ റിട്ടേണിലാണ് പിന്നെ ഓടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പാപ്പൻ്റെ റിവ്യൂ വരുന്നത് അതിൻ്റെ മുന്നെയാണ്. അതിൻ്റെ ശേഷം പാപ്പ ഹൈവേയിലും കാര്യങ്ങളൊക്കെ ഓടിച്ചിട്ടുണ്ടായിരുന്നു. അതിന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഇതാണ് വണ്ടീനെ കുറിച്ച് പറയാനുള്ളത്. ഇനി പാപ്പൻ ഇതുവരെ വണ്ടി ഓടിച്ചിട്ടില്ല. പുള്ളീൻ്റെ അഭിപ്രായം എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം കേട്ടോ. ഓടിച്ചിട്ട് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ നമ്മൾ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത റൈഡ് പാപ്പനാട്ടോ എടുക്കുന്നത്. അപ്പോൾ പാപ്പൻ റൈഡ് ചെയ്തിട്ട് ലാസ്റ്റ് കാര്യങ്ങളൊക്കെ പറയും. പാപ്പ ഏതാ വണ്ടി ഇപ്പോൾ യൂസ് ചെയ്യുന്നത്? ഞാൻ ടൈസർ 1 ലിറ്റർ ടെർബോ ആണ് ഉപയോഗിക്കുന്നത്, ഓട്ടോമാറ്റിക്. അപ്പം വിക്ടോറിയസ് ആദ്യമായിട്ടാണ് ഓടിക്കുന്നത്. അപ്പോൾ പാപ്പൻ പറഞ്ഞത് എന്താ മനസ്സിലായിട്ടില്ലെങ്കിൽ ഒച്ച കുറച്ച് കുറവായിരുന്നു. പാപ്പൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ വണ്ടി ഒന്ന് എയിമാവുന്ന വരെ ഞാൻ കുറച്ച് മെല്ലെ ഓടിക്കുള്ളൂ എന്നാട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പാപ്പന് മേമയ്ക്ക് ഇത് നന്നായിട്ട് അറിയുന്ന റൂട്ടാണ്. കാരണം അവർ മന്ത്ലി വൺസോ അല്ലെങ്കിൽ ട്വൈസോ ഇവിടേക്ക് ഇപ്പോൾ വരാറുണ്ട്. മേമൻ്റെ വീട്ടുകാരൊക്കെ വയനാട്ടിൽ തന്നെ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഫാമിലിയും കാര്യങ്ങളൊക്കെ വയനാട്ടിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർ ഇടയ്ക്ക് റീസെൻ്റായിട്ട് ഒക്കെ ട്രാവൽ ചെയ്തിട്ടാണ്. അപ്പോൾ പാപ്പന് നല്ല അറിയുന്ന വഴിയാണ്. അതുകൊണ്ട് തന്നെ പാപ്പൻ സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ വണ്ടി ഓടിച്ച് സെറ്റായിട്ടുണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിലായിരുന്നു പാപ്പൻ വണ്ടി ഓടിച്ചിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം എനിക്ക് തോന്നുന്നു ഒരു 60+ അല്ലെങ്കിൽ ഒരു 80 ആ റേഞ്ചിലൊക്കെയാണ്. പിന്നെ 2-3 ടൗണും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ വന്നിട്ടുണ്ടായിരുന്നു. സുൽത്താൻ ബത്തേരി ആവട്ടെ, അതേപോലെ പിന്നെ ഏതൊരു ടൗൺ കൂടി ഉണ്ടായിരുന്നു, മറന്നുപോയി. അപ്പോൾ ഇതായിരുന്നു വീട്ടിലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ഇവിടെ രാവിലെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ച് രാത്രിയായിട്ട് ഇറങ്ങില്ല. ഇവിടുന്ന് ആകെ മുത്തങ്ങ ബോർഡറിലേക്ക് വരുന്നത് ആകെ ചെറിയ ദൂരം ഉള്ളുമായിരുന്നു. അതുകൊണ്ട് തന്നെ രാത്രി ഇപ്പോൾ ഇറങ്ങി. അപ്പോൾ രാത്രി വിഷനും കാര്യങ്ങളും മോശമാണ്. അതുകൊണ്ട് തന്നെ വണ്ടി ഓടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. നമുക്ക് ലൈറ്റ് ഏറ്റവും വലിയ ഈ വണ്ടി എടുത്തതിൽ ഏറ്റവും എനിക്ക് റിഗ്രറ്റ് ആയിട്ടുള്ള സാധനം ലൈറ്റാണ്. നിങ്ങൾക്ക് കാണാമല്ലോ പുറത്തുള്ള വണ്ടിയുടെ. എനിക്ക് ഇപ്പോൾ ഞാൻ വണ്ടിയിൽ മറ്റേ നമ്മുടെ കൂൾ ഫിലിം കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ കൂൾ ഫിലിം ഉള്ളതുകൊണ്ട് കണ്ണിലേക്ക് വല്ലാതെ അടിച്ചിട്ടുണ്ടായിരുന്നില്ല. എൽസ് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി. ഇപ്പം ഈ ബ്രൈറ്റ് ലൈറ്റൊക്കെ ചെറുതായിട്ട് എനിക്ക് ബുദ്ധിമുട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ വണ്ടിക്ക് ലൈറ്റ് ഇല്ല. നിങ്ങൾ കാണില്ല, ടോർച്ച് അടിക്കുന്ന വെളിച്ചം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇത് നിങ്ങൾ അയൽക്കണം കൊടും കാട്ടിലൂടെ പോകുന്നതാട്ടോ. എനിക്കാണെങ്കിൽ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ ഒരു റൂട്ടിൽ കൂടെ വണ്ടി ഓടിക്കുന്നത്. എനിക്ക് കാട് എന്ന് പറഞ്ഞാൽ പേടി. കാട് പേടിയായിട്ടല്ല, മകൻ ഉണ്ടായതിൻ്റെ ശേഷം എനിക്ക് ഭയങ്കര ഒരു പേടിയാണ്. ബൈക്കിലൊക്കെ നമ്മൾ പോകാറുണ്ട്, പക്ഷെ ഇതിൽ പോകുമ്പോൾ ഭയങ്കര പേടിയായിരുന്നു. കാരണം മോനെ കൊണ്ടുപോകുമ്പോൾ, ഫാമിലിനെ കൊണ്ടുപോകുമ്പോൾ ആ റെസ്പോൺസിബിലിറ്റി നമ്മൾ എടുക്കണം. ഞാൻ തന്നെയായിരുന്നു ഡ്രൈവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മുടെ കേരള ബോർഡർ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇനി ആരെങ്കിലും ഇതിലെ ഫസ്റ്റ് ടൈം യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. കർണാടക സർക്കാർ ഫുള്ള് ഹമ്പ് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഹമ്പ് കാണുമല്ലോ. സീബ്ര ലൈൻ പോലെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ സീബ്ര ലൈൻ പോലെ ഫീൽ ചെയ്യും, പക്ഷേ അത് ഭയങ്കര ഒരു ടാസ്ക് ആയിരുന്നു കേട്ടോ വണ്ടി ഓടിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ നേരെ മൈസൂർ എത്തി. അതിൻ്റെ ഇടയ്ക്ക് ചെറിയ 2 ബ്രേക്ക് എടുത്തു. നേരെ മൈസൂർ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നൈറ്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ റോഡ് പണിയും കാര്യങ്ങളൊക്കെ, ഗുണ്ടൽപേട്ടും കാര്യങ്ങളൊക്കെ റോഡ് പണി നടക്കുന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു വണ്ടി ഓടിക്കാനൊക്കെ കേട്ടോ. അപ്പോൾ നേരെ മൈസൂർ എത്തി റൂമിലേക്ക് പോയി അങ്ങനെ സെറ്റിൽ ആവുക കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ മൈസൂർ പാലസിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്ത ഫോട്ടോ കേട്ടോ. അടിപൊളിയായിരുന്നു. ഈ പരിപാടി ലൈറ്റ് ഷോ പുറത്തുനിന്ന് കണ്ടാലും മതി. ഞാൻ വേറൊരു വീഡിയോയിൽ ഇട്ടേക്കാം കേട്ടോ. മൈസൂരിനെ കുറിച്ചിട്ടുള്ള വീഡിയോ അല്ലെങ്കിൽ ട്രിപ്പിനെ കുറിച്ചുള്ള വീഡിയോ വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്തേക്കാം കേട്ടോ. പിന്നെ അവിടുന്ന് പിന്നെ തിരിച്ച് പിറ്റേന്ന് ഞായറാഴ്ച രാവിലെ പെട്ടെന്ന് പോരേണ്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ പൂവും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ടായിരുന്നു. വിക്ടോറിയസ് അവിടെ നിർത്തിയിട്ടുണ്ട്. ഇത് ചെറിയൊരു പൂന്തോട്ടമായിരുന്നു. അവിടെ ഞങ്ങൾ പെട്ടെന്ന് ഇറങ്ങി. പിന്നെ തൊട്ടപ്പുറത്തുള്ള പൂന്തോട്ടത്തിൽ പോയി വേറെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓടിച്ചിട്ട് ഒരു 40 കിലോമീറ്ററോളം ഞാൻ ഓടിച്ച് റൈഡിങ് നല്ല കംഫർട്ടായിരുന്നു. സ്മൂത്തായിട്ട് ടേണിംഗ് ഒക്കെ സ്മൂത്തായിട്ട് കളിക്കാൻ പറ്റുന്നുണ്ട്. അതുപോലെ പാസ് ചെയ്യാനൊക്കെ വളരെ കംഫർട്ടായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇല്ല, ബുദ്ധിമുട്ടൊന്നും തോന്നിയിട്ടില്ല. നല്ല സ്മൂത്ത് റൈഡിങ് ആണ്. അതെ, വളരെ വളഞ്ഞു തിരിഞ്ഞ റോഡായിരുന്നു. അതെ, കെറുവായ റോഡായിരുന്നു. അതായത് വൈത്തിരി മുതൽ ഏകദേശം ഒരു മീനങ്ങാടി വരെ
മീനങ്ങാടി ആ ബത്തേരി വരെ ഓടിച്ചിട്ടുണ്ട്. ഒക്കെ വളഞ്ഞു പൊളഞ്ഞ റോഡായിരുന്നു, കയറ്റങ്ങളും ഒക്കെ നിറഞ്ഞ. പക്ഷെ നല്ല കംഫർട്ടായിരുന്നു, നല്ല യാത്രയാണ്, സുഖമായിട്ട് ഓടിക്കാൻ കഴിയും. അപ്പോൾ ടൈസറല്ല ഓടിക്കുന്നത് അല്ലേ? ആ ടൈസറാണ് ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത്, ടർബാണ് ഓടിക്കുന്നത്. അപ്പോൾ താങ്ക്സ് പാപ്പ. അപ്പോൾ നമ്മൾ തിരിച്ച് വരുമ്പോൾ ഗുണ്ടൽപേട്ടിൻ്റെ സൈഡിൽ നിന്നാണ് കേട്ടോ പെട്രോൾ പമ്പാണ് അടിച്ചിട്ടുണ്ടായിരുന്നത്. ഇതാണ് ഏകദേശം അടിച്ചിട്ടുള്ള പെട്രോൾ 20.26 അതാണ് കേട്ടോ ഉണ്ടായിരുന്നത്. ടോട്ടൽ ഓടിയ കിലോമീറ്റർ എന്ന് പറഞ്ഞത് 270.4 കിലോമീറ്ററാണ് ഓടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാണ് ഏകദേശം കാൽക്കുലേഷൻ കാര്യങ്ങളൊക്കെ വരുന്നത്. 13.35 ആണ് കിലോമീറ്റർ കിട്ടുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് അത് അത്യാവശ്യം നല്ലൊരു മൈലേജ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിരിക്കുന്നത്. എന്താ നിങ്ങൾക്ക് തോന്നുന്നതെന്ന് പറയണം കേട്ടോ. കാരണം ഹില്ലി റേഞ്ചാണ്, 5 പീപ്പിളാണ് പോയത്. ഡിക്കിയിൽ സ്പേസ് ഫുൾ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. ഇതിലെനിക്ക് തോന്നുന്നു ഈ ട്രിപ്പിന് കിട്ടിയ മൈലേജ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം തരക്കേടില്ലാത്ത മൈലേജ് ആണ് തോന്നുന്നു. എൻ്റെ ഒരു ഫീലിംഗ് ആണ് ടാങ്ക് ടു ടാങ്ക് മെത്തേഡാണ്. ഈ 270 കിലോമീറ്ററിനാണ് ഏകദേശം ചെക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എനിക്ക് തോന്നുന്നു അത്യാവശ്യം ഗുഡാണെന്ന് തോന്നുന്നു. നിങ്ങളൊന്ന് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്ത് പറയും. ഇനി എന്തെങ്കിലും വേറെ എന്തെങ്കിലും ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പറയൂ കേട്ടോ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് ഫോളോ ചെയ്തേക്കണേ. അപ്പോൾ താങ്ക് യു. നെക്സ്റ്റ് ടൈം കാണുന്നവരെ ബൈ ബൈ.